looking at that verse which says, "You shall know the truth, and the truth shall make you free." നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നുള്ള യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ വചനമായിരുന്നു നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. Anger is only the first of many sins that Jesus spoke about. യേശു സംസാരിച്ച നിരവധിയായ പാപങ്ങളിലെ ആദ്യത്തേത് എന്ന് വിശേഷിപ്പിക്കാവുന്ന പാപമായിരുന്നു കോപം. He spoke of adulterous thoughts. വ്യഭിചാരത്തിന്റെ ചിന്തകളെ കുറിച്ച് യേശു ആ സന്ദർഭത്തിൽ പറഞ്ഞു. He spoke about hatred, jealousy. അസൂയയെക്കുറിച്ചും വിദ്വേഷത്തെക്കുറിച്ചും ഒക്കെ യേശു സംസാരിച്ചു. We have two problems from which we need freedom. നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യമുള്ള രണ്ട് പ്രശ്നങ്ങൾ ഉണ്ട്. And God needs to give us a solution to both those problems. ദൈവത്തിൽ നിന്ന് തന്നെ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ലഭിച്ചേ മതിയാകുകയുള്ളൂ. The first is the problem of the guilt of a past life full of sin. പാപം നിറഞ്ഞതായിരിക്കുന്ന ഒരു ഭൂതകാല ജീവിതത്തിന്റെ ആ പാപബോധത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു വിടുതൽ, സ്വാതന്ത്ര്യമാണ് ഒന്നാമത്തെ നമ്മുടെ ആവശ്യം. I'll tell you why I believe Christianity is the only true faith. ക്രിസ്തീയ മാർഗം മാത്രമാണ് യഥാർത്ഥമായിരിക്കുന്ന ജീവിത മാർഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ കാരണം ഞാൻ പറയാം. All religions teach about living a good life. എല്ലാ മതങ്ങളും ഒരു നല്ല ജീവിതം നയിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. All religions teach don't harm others, don't tell lies, be good to the poor. കള്ളം പറയരുത്, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യരുത്, ദരിദ്രരോട് കരുണ കാണിക്കണം, ഇത് എല്ലാ മതങ്ങളും ഉപദേശിക്കുന്ന കാര്യമാണ്. In all these areas we can say Christianity looks like any other religion. ഈ മേഖലകളൊക്കെ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ക്രിസ്തീയ മാർഗവും മറ്റു മതങ്ങളെ പോലെ തന്നെയാണ് എന്ന് നാം ചിന്തിച്ചു പോകാം. There are many religions that help poor people, that run orphanages. പാവപ്പെട്ടവരെ ദരിദ്രരെ സഹായിക്കുകയും അനാഥാലയങ്ങൾ നടത്തുകയും ചെയ്യുന്ന അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഇതര മതസ്ഥരും ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. Even among Christians in different denominations there are people who run orphanages and help poor people. ക്രിസ്തീയ വിഭാഗങ്ങളിൽ തന്നെ നിരവധി ആളുകൾ പലയിടങ്ങളില് പാവപ്പെട്ട അനാഥരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. But the foundation of the Christian faith is not doing good to other people. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന കാര്യമല്ല. That is the superstructure. അത് മറ്റൊരു അടിത്തറയിൽ മോളോട്ട് നാം പണിതുയർത്തുന്നതായിരിക്കുന്ന ഭാഗമാണ് നന്മയുടെ പ്രവർത്തികൾ. Every building has got two parts. എല്ലാ കെട്ടിടങ്ങൾക്കും നമുക്കറിയാവുന്ന പോലെ രണ്ട് ഘടകങ്ങളുണ്ട്, രണ്ട് ഭാഗങ്ങളുണ്ട്. One is above the ground and one is below the ground. ഒന്ന് ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിൽ കാണുന്നതും മറ്റേത് നാം കാണാതെ ഭൂമിയുടെ അടിയിൽ മറഞ്ഞിരിക്കുന്നതുമാണ്. And you all know which is the more important part. നിങ്ങൾക്കറിയാം നിശ്ചയമായും ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന്. It's the part underneath that determines whether the building is going to be stable or not. ഒരു കെട്ടിടം ഉലച്ചിൽ തട്ടാതെ നിൽക്കുമോ എന്നുള്ളതിന്റെ യഥാർത്ഥ പരീക്ഷ എന്ന് പറയുന്നത് ഭൂമിക്ക് അടിയിൽ ഉള്ള അടിത്തറ എത്രമാത്രം ശക്തമാണെന്നുള്ളതാണ്. However beautiful the building is, if it doesn't have a good foundation, it will just collapse one day. പുറമെ നോക്കുമ്പോൾ ഒരു കെട്ടിടം എത്ര മനോഹരമെന്ന് തോന്നിയാലും അതിന് ഉറപ്പുള്ളതായിരിക്കുന്ന ഒരു അസ്ഥിവാരം ഇല്ലെങ്കിൽ ആ കെട്ടിടത്തിന് നിലനിൽപ്പില്ല. Exactly the same way you and I have two parts in our life. അതുപോലെ തന്നെ നിങ്ങൾക്കും എനിക്കും നമ്മുടെ ജീവിതത്തിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് നാം മറന്നുകൂടാ. One is what people can see and one is what people cannot see. ഒരു ഭാഗം മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്ന ഒരു മേഖലയാണ്, മറ്റേത് ഒരു വ്യക്തിക്കും കാണുവാൻ കഴിയാത്തതുമാണ്. One is your outward life that everybody can see. ഒന്ന് എല്ലാവർക്കും കാണുവാൻ കഴിയുന്ന നിങ്ങളുടെ ബാഹ്യമായിരിക്കുന്ന ജീവിതമാണ്. And the other is your inner life which nobody can see. മറ്റേത് ആർക്കും കാണുവാൻ കഴിയാത്ത നിങ്ങളുടെ അകത്തെ ജീവിതമാണ്. And just like we know the foundation is the most important part. ഒരു കെട്ടിടത്തിന്റെ അടിസ്ഥാനം അസ്ഥിവാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നാം അറിയുന്നത് പോലെ you need to know the most important part of your life is the part which people cannot see. അതുപോലെ തന്നെ മറ്റാരും കാണാത്തതായിരിക്കുന്ന നിങ്ങളുടെ ആന്തരിക ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. Jesus told a story once about a wise man and a foolish man. ഒരു മഠയനായ വ്യക്തിയെക്കുറിച്ചും ഒരു ബുദ്ധിയുള്ള മനുഷ്യനെക്കുറിച്ചും യേശു ഒരിക്കൽ ഒരു കഥ പറഞ്ഞു. That's in Matthew 7 verse 24 to 27. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വചനങ്ങളിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. Essentially the difference between the two was only this.
അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഈ രണ്ട് തരത്തിലുള്ള പണിക്കാരെ കുറിച്ചുമുള്ള വ്യത്യാസം ഒന്ന് മാത്രമായിരുന്നു. The foolish man thought the building was most important. The wise man thought the foundation is more important. ഭോഷനായ മനുഷ്യൻ വിചാരിച്ചു മനുഷ്യർ കാണുന്ന ഉപരിതലത്തിലുള്ള പണിയാണ് പ്രധാനമെന്ന്. എന്നാൽ ജ്ഞാനമുള്ള മനുഷ്യൻ, ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കി ആരും കാണാത്ത അടിത്തറയാണ് പ്രധാനം. You don't need Jesus to tell you that. You know that yourself. ഇത് നിങ്ങൾക്കും അറിയാവുന്ന ലളിതമായ സത്യമല്ലേ? യേശു നിങ്ങളോട് പറയേണ്ട ആവശ്യം പോലുമില്ല. You know it'd be a foolish man who builds a house without a foundation. അടിസ്ഥാനമില്ലാതെ വണ്ണം മണൽമേൽ വീട് പണിയുന്ന ഒരുവൻ മഠയനായിരിക്കുമെന്ന് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? The hidden part is more important. രഹസ്യത്തിലുള്ളതായിരിക്കുന്ന ആരും കാണാത്ത ജീവിത മേഖലയാണ് പ്രധാനപ്പെട്ടത് എന്ന് നമുക്കറിയാം. All of us have a tremendous guilt in our hidden life. നമ്മുടെ മറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ആന്തരിക ജീവിതത്തില് അത്യധികമായിരിക്കുന്ന ഒരു കുറ്റബോധം നമ്മെ എല്ലാവരെയും അലട്ടുന്നുണ്ട്. There are sins that you have committed that your wife does not know, your husband does not know. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അറിയാത്ത രഹസ്യ പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. There are sins that you have committed your parents don't know. നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത, അറിയാൻ കഴിയാത്ത രഹസ്യ പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. That your children don't know. ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾക്ക് അറിയാൻ കഴിയാത്ത പാപങ്ങൾ മാതാപിതാക്കന്മാർ ചെയ്തിട്ടുണ്ട്. You may have say, well, let's forget about it. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, അതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴെന്തിനാ പറയുന്നത്, നമുക്കതൊക്കെ മറന്നുകൂടെ. That makes us guilty before Almighty God. ആ രഹസ്യ പാപങ്ങളൊക്കെ ദൈവത്തിന്റെ മുൻപാകെ നമ്മെ കുറ്റക്കാരാക്കി നിർത്തിയിരിക്കുകയാണ്. That is our number one problem. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്, നമ്മെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന ആ കുറ്റബോധം. No religion in the world that gives me a solution to that problem. എന്റെ അകത്തുള്ളതായിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ഈ പാപത്തിന്റെ കഠിനമായിരിക്കുന്ന കുറ്റപ്പെടുത്തലിന് ഒരു പരിഹാരം ലോകത്തിലെ മറ്റൊരു മതവും നൽകുന്നില്ല. Sin makes me a debtor to God. എന്റെ ജീവിതത്തിൽ സംഭവിച്ച പാപം ദൈവത്തോട് എന്നെ കടക്കാരനാക്കി നിർത്തിയിരിക്കുകയാണ്. Every sin is like an increasing debt I had to God. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ പുതിയ പാപവും ദൈവത്തോടുള്ളതായിരിക്കുന്ന വലിയ കടത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ്. Some people think, ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, I go to God and say, oh well, I won't do any more sins, please forgive my past. അവര് ചിന്തിക്കുന്നത്, പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് സത്യസന്ധമായി പറയുക, തമ്പുരാനെ ഇനി മേലാൽ പാപമൊന്നും ഞാൻ ചെയ്യത്തില്ല, ചൊവ്വേ നേരെ ജീവിച്ചോളാം. Supposing you borrowed 500,000 rupees from some moneylender. ഒരു 5 ലക്ഷം രൂപ ഒരു പണം കടം കൊടുക്കുന്ന ആളിൽ നിന്ന് നിങ്ങൾ വായ്പ വാങ്ങിച്ചെന്ന് വിചാരിക്കുക. And you go and tell him, well, let's forget about the past. From today onwards, I'll pay back everything I borrowed. നിങ്ങൾ ആ ബാങ്കിനോട് അല്ലെങ്കിൽ പണം കടന്ന ആളിനോട് പറയുകയാണ്, ഈ കഴിഞ്ഞ കാലത്തെ ഇടപാടൊക്കെ അങ്ങ് മറന്നേക്കാം, ഇനിയും ശരിയായ കാര്യം അങ്ങ് തുടങ്ങാം, ഇനിയും വാങ്ങിക്കുന്നൊക്കെ തിരിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? How can you do that? അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുവാൻ ആരെങ്കിലും അനുവദിക്കുമോ? If somebody pays your debt to the money lender, then you can walk free. നിങ്ങൾക്ക് അതിന് കഴിവില്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളുടെ ഈ 5 ലക്ഷം രൂപ കടം കൊടുത്തു തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് നല്ല സത്യസന്ധനായി തുടങ്ങുവാൻ കഴിയും. That is what no religion in the world even teaches has done that. That somebody did that for me. എനിക്ക് വേണ്ടി ആരെങ്കിലും എന്റെ ആ വലിയ കടം കൊടുത്തു തീർത്തു എന്ന് പഠിപ്പിക്കുന്ന ഒരൊറ്റ മതവും ലോകത്തിലില്ല. ക്രിസ്തീയ മാർഗത്തിൽ അല്ലാതെ ഇതിനൊരു പരിഹാരമില്ല. That's why I believe Christianity is the true faith. അതുകൊണ്ടാണ് ക്രിസ്തീയ മാർഗമാണ് യഥാർത്ഥമായിരിക്കുന്ന സത്യമാർഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. Somebody paid the debt for me. എന്റെ വലിയ കടം ഒരുവൻ കൊടുത്തു തീർത്തു. That was Christ when he died on the cross. കാൽവരിയിലെ ക്രൂശിന്മേൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചപ്പോൾ അവൻ എന്റെ പാപത്തിന്റെ കടം അവൻ കൊടുത്തു. We can look at it another way. മറ്റൊരു വിധത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. Sin is a crime I have committed against God, not only a debt. ദൈവത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെതിരെ ഞാൻ ചെയ്ത മഹാപാതകമാണ് എന്റെ പാപകരമായ ജീവിതം. I have committed so many crimes. അനേക കുറ്റകൃത്യങ്ങള്, വലിയ കുറ്റങ്ങൾ ഞാൻ ദൈവത്തോട് ചെയ്തവനാണ്. Sin must, if God is a holy God, sin is a very serious thing. ദൈവം വിശുദ്ധനായിരിക്കണം എന്ന് നമുക്കെല്ലാം അറിയാം. ആ വിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ മുൻപാകെ എന്റെ ജീവിതത്തിലെ ഓരോ പാപവും വലിയ കൊടും പാതകങ്ങളാണ്. Many people say, why can't I just go to God and say, Lord, forgive my past, and God says, okay, I'll forgive you. പലരും പറയുന്നത്, എന്റെ പാപത്തെക്കുറിച്ചൊക്കെ ഞാൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ക്ഷമിച്ചേക്കണേ എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കത്തില്ലേ?
പിന്നെ ഇതെന്തിനാ വലിയ പ്രശ്നമാക്കുന്നത്? That's what a lot of religions teach. ഒരുപാട് മതങ്ങള് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. But you know, if sin was some small thing like my son breaking a plate at home, I'd say, okay, forget it, I can forgive you. വീട്ടിലുള്ളതായിരിക്കുന്ന ഒരു പാത്രം കയ്യിൽ നിന്ന് താഴെയിട്ട് എന്റെ കുഞ്ഞ് ഉടയ്ക്കുന്നത് പോലെയാണ് ദൈവത്തോടുള്ള പാപം എന്ന് വരികില് അത് ക്ഷമിച്ച് മറന്നു കളയാൻ എളുപ്പമാണ്. I mean, any father will forgive his son if he breaks a plate or drops a cup and breaks it. ഒരു മകന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസോ പാത്രമോ ഒക്കെ താഴെ വീണ് ഉടഞ്ഞു പോയാല് ക്ഷമിക്കാത്ത അപ്പന്മാർ ഇവിടെ ഉണ്ടോ? But what if your son committed a murder? എന്നാൽ നിങ്ങളുടെ മകന് ഒരു കൊലപാതകയായി തീർന്നാൽ, ഒരുവന്റെ ജീവൻ അപഹരിച്ചാൽ, And you're sitting there as a judge. അവിടെ ഒരു ന്യായാധിപൻ എന്നുള്ള നിലയില് അപ്പനായ നീ ഇരിക്കുകയാണെങ്കിൽ, Your son says, I'm sorry dad, I'll never murder anybody again. അപ്പ എനിക്ക് വളരെ സങ്കടമുണ്ട് ഈ ആള് മരിച്ചു പോയതിൽ, ഇനി ഒരിക്കലും ഞാൻ ആരെയും കൊല്ലത്തില്ല എന്ന് പറഞ്ഞാൽ, I know I committed 10 or 15 murders, but I won't do it again. ഒരു 10-15 കൊലപാതകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ ഇനി മേലാൽ ഞാൻ ആരെയും കൊല്ലുകയില്ല എന്ന് എന്നോട് പറഞ്ഞാൽ, I will do some community service to make up for all those things I did. ഈ കഴിഞ്ഞ കാലം ചെയ്ത പാപകരമായ കാര്യങ്ങളൊക്കെ പരിഹാരമായിട്ട് ഞാൻ സാമൂഹ്യ സേവനം ചെയ്തു കളയാം എന്ന് അപ്പനായ നിന്നോട്, ന്യായാധിപനായിരിക്കുന്ന നിന്നോട് പറഞ്ഞാൽ, You tell me which judge will say, okay son, I love you, you can go, I forgive you. നീതിമാനും വിശുദ്ധനുമായിരിക്കുന്ന ഒരു ന്യായാധിപനാണ് നീ എന്ന് വരികിലെ നിനക്കത് ക്ഷമിച്ച് അങ്ങനെ മറന്നു കളയാൻ പറ്റുമോ? No judge will do it. He'll lose his job if he does it. അങ്ങനെ ഏതെങ്കിലും ഒരു ജഡ്ജി, ഒരു ന്യായാധിപന് ഒരു തീരുമാനമെടുത്താൽ അത് അവന്റെ ജോലി നഷ്ടപ്പെടുന്ന And കാര്യമായിരിക്കും. somebody else will take over that court and still judge your son. അങ്ങനെ ഒരു ജഡ്ജിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടാൽ മറ്റൊരുവനെ കസേരയിൽ വന്ന് നീതിപൂർവമായി നിന്റെ ഈ കുറ്റകൃത്യത്തിന് ശിക്ഷ വിധിച്ചിരിക്കും. When a crime has been committed, somebody has to pay for it. ഒരു കുറ്റകൃത്യം ചെയ്യപ്പെടുമ്പോൾ അതിനൊരു പരിഹാരം ആരെങ്കിലും വരുത്തിയേ മതിയാകുള്ളൂ. You have to say, I'm sorry son, I love you so much, but here I am your judge, I have to punish you. സ്നേഹവാനായിരിക്കുന്ന ഒരു പിതാവാണെങ്കിലും മകനോട് നിനക്ക് ദുഃഖത്തോടെ പറയേണ്ടി വരും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ക്ഷമിക്കാൻ കഴിയും, പക്ഷേ നീ ചെയ്ത കുറ്റത്തിന് ശിക്ഷ വിധിച്ചേ മതിയാകുള്ളൂ. You have to be hanged for your crime. നിന്റെ ജീവൻ എടുക്കുന്ന ഈ വലിയ പാതകത്തിന് നീയും തൂക്കിൽ ഇടപെടണം, നിന്റെ ജീവനാണ് അതിന് പകരം നൽകേണ്ടത്. Now in an earthly justice system, nobody else can be hanged in your place. ലോകത്തിലെ ഏതെങ്കിലും ഒരു നീതിന്യായ വ്യവസ്ഥയില് കുറ്റകൃത്യം ചെയ്ത ഒരുവന് പകരം മറ്റൊരാള് മരണം ഏറ്റെടുത്താൽ അത് ആരും സമ്മതിക്കയില്ല. But in the case of God Almighty, എന്നാൽ സർവശക്തനായിരിക്കുന്ന ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, who runs this universe, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ച് നയിക്കുന്ന വിശുദ്ധനായ സർവശക്തനായ ദൈവം, and who's established all the laws in this universe, ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ നിയമങ്ങളുടെയും കാരണഭൂതനായിരിക്കുന്ന ദൈവം, he says, you deserve to die, but I'll die in your place. ആ ദൈവം തന്നെ എന്നോടും നിന്നോടും പറയുകയാണ്, നിന്റെ പാപകരമായ ജീവിതത്തിന്റെ ഫലമായി നീ മരണശിക്ഷയ്ക്ക് യോഗ്യനാണ്, എന്നാൽ നിനക്ക് പകരം മരണം ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് അവിടുന്ന് പറയുമ്പോൾ, that is the message of God coming to earth in the person of Jesus Christ and dying for us. ദൈവം തന്നെ ജഡമെടുത്ത് ഭൂമിയിൽ മനുഷ്യനായി വന്ന് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച ആ സത്യം നമ്മോട് പറയുന്നത് ഈ തരത്തിലുള്ള കാര്യമാണ്. There is no religion in the world that tells me that somebody died for me. എനിക്ക് വേണ്ടി, എന്റെ പാപത്തിന് വേണ്ടി എന്റെ ശിക്ഷ വേറൊരുവൻ ഏറ്റെടുത്തു എന്ന് എന്നോട് പറയുന്ന വേറൊരു മതവും ഞാൻ ലോകത്തിൽ കണ്ടിട്ടില്ല. Now we may say, how do you know this is all true? നിങ്ങൾ ചിലർ ചോദിച്ചേക്കാം, കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ ഇതൊക്കെ സത്യമാണെന്ന് ആർക്കറിയാം? I mean, there's only one way that Jesus Christ could prove it's true. അത് സത്യമാണെന്ന് തെളിയിക്കുവാൻ യേശുവിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. Only one way. ഒരേ ഒരു മാർഗം മാത്രം. He must rise from the dead. താന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കണം. Then you know that what he said was true. അവൻ പറഞ്ഞത് സത്യമാണ് എന്നുള്ളതിന്റെ തെളിവ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പാണ്. When God the Father raised him from the dead, he was telling the whole world, this is the truth. ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട ദൈവപുത്രനായിരിക്കുന്ന യേശുവിനെ പിതാവ് മരണപാശങ്ങളെ അടിച്ചു ഉയർപ്പിച്ചപ്പോൾ സർവ്വപ്രപഞ്ചത്തോടും ദൈവം വിളിച്ചു പറയുകയായിരുന്നു, ഇത് സത്യമാണ്. These are the two things that no religion in the world teaches. ലോകത്തിലെ മറ്റൊരു മതവും പഠിപ്പിക്കാത്ത, വിശ്വസിക്കാത്ത രണ്ട് സത്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഹ്രസ്വമായി Somebody സൂചിപ്പിച്ചത്. died for my sins. എന്റെ പാപത്തിന് വേണ്ടി ഒരാൾ മരിച്ചു. And the proof of it is he came out of the grave. അതിന്റെ തെളിവ് അവൻ ശവക്കുഴിയിൽ നിന്നും എന്നേക്കും ജീവിക്കുന്നവനായി എഴുന്നേറ്റ് വന്നു എന്നുള്ളതാണ്. And that is why I know that my entire past punishment can be forgiven.
എന്റെ കഴിഞ്ഞ കാലത്തെ പാപകരമായിരിക്കുന്ന ജീവിതത്തിന്റെ സകല ശിക്ഷാവിധിയും ഏറ്റെടുത്ത ഒരുവനെ ഞാൻ കാണുമ്പോൾ എനിക്ക് പാപക്ഷമയും കുറ്റബോധത്തിൽ നിന്നുള്ള വിടുതലും സ്വാതന്ത്ര്യവും സാധ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. No one can have that unless he receives it. എന്നാൽ ഇത് സത്യം 100% സത്യമായിരിക്കെ തന്നെ ഹൃദയപൂർവ്വം ഒരുവൻ അത് സ്വീകരിക്കാത്തിടത്തോളം കാലം അവന് ഇത് സ്വന്തമാക്കുവാൻ A കഴിയില്ല. little child can't receive it by your sprinkling water on his head. ഒരു ശിശുവിനെ നാം കുറച്ച് വെള്ളം പ്രാർത്ഥിച്ച് അതിന്റെ മേൽ തളിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തിന്റെ മഹാദാനത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ കഴിയില്ല. He has to grow up and say, Lord Jesus, thank you for dying for my sins. ഈ ശിശു വളർന്നു വന്ന് തിരിച്ചറിവിന്റെ പ്രായമാകുമ്പോൾ കർത്താവായ യേശുവേ, എന്റെ പാപത്തിന്റെ ശിക്ഷ വഹിച്ച് നീ എനിക്ക് പകരം മരിച്ചതായി നന്ദി എന്ന് പറയാവുന്ന ഒരവസ്ഥയിൽ അവനത് I'm തീരുമാനിക്കണം. sorry for what I have done. എന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാല പാപങ്ങളെ കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു, അനുഭവിക്കുന്നു. But my sorrow can't forgive my sin. എന്നാൽ ഞാൻ എത്രയധികം ദുഃഖിച്ചാലും എന്റെ പാപക്ഷമ അത് മുഖാന്തരം ഉണ്ടാവുകയില്ല. But you took my punishment. എന്നാൽ അവിടുന്ന് എന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തല്ലോ. You paid my debt. എന്റെ കടം മുഴുവനും അങ്ങ് കൊടുത്തു And തീർത്തല്ലോ. you rose up from the dead. അവിടുന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റല്ലോ. I receive you as my Lord. ഞാൻ എന്റെ കർത്താവായി എന്റെ രക്ഷകനായി അങ്ങയെ സ്വീകരിക്കുന്നു എന്നൊരുവൻ പറയുമ്പോൾ That does not happen by going to church or getting baptized or any such thing. അതേതെങ്കിലും ഒരു സഭയിലോ പള്ളിയിലോ നാം പോയതുകൊണ്ടോ നാം സ്നാനമെടുത്തതുകൊണ്ടോ മാമോദീസ മുങ്ങിയതുകൊണ്ടോ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല. I have to turn from my sin and say, Lord Jesus, come into my life and be Lord of my life. എന്റെ പാപകരമായ ജീവിതത്തിൽ നിന്നും നേരെ എതിർദിശയിലേക്ക് തിരിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ഞാൻ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. In a moment, all my past life is blotted out because I accepted his forgiveness. അവിടുന്ന് എനിക്ക് വെച്ച് നീട്ടുന്നതായിരിക്കുന്ന പാപക്ഷമ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നതുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് എന്റെ കഴിഞ്ഞകാല പാപത്തിന്റെ സകല കുറ്റബോധവും മാറി ഞാൻ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയാണ്. That solves only my problem number 1. എന്നാൽ ഇങ്ങനെ ഞാൻ ചെയ്തു കഴിയുമ്പോൾ എന്റെ പ്രശ്നത്തിന്റെ ഒന്നാമത്തെ ഭാഗം മാത്രമേ പരിഹരിക്കപ്പെടുന്നുള്ളൂ. I have another problem. എന്നാൽ എനിക്ക് ഇത് കൂടാതെ മറ്റൊരു അടിസ്ഥാനപരമായ പ്രശ്നം കൂടെ ഉണ്ട്. And that is, even though all my past life is forgiven, എന്റെ കഴിഞ്ഞ കാലത്തെ പാപകരമായ ജീവിതമെല്ലാം മായ്ക്കപ്പെടുകയും ക്ഷമിക്കപ്പെടുകയും ചെയ്തെങ്കിലും I believed Christ died for my sins and rose again. എന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ പാപമോചിതനായി. I have a second problem, which is my nature, which is always keeping on making me sin. എന്റെ രണ്ടാമത്തെ പ്രശ്നം എന്റെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് പാപത്തിലേക്ക് എന്നെ എന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന മോഹങ്ങൾ വലിച്ചടിച്ചുകൊണ്ട് പോകുന്നു. പാപം അതിന്റെ ശക്തി, ഇതാണ് എന്റെ രണ്ടാമത്തെ പ്രശ്നം. Has God made a provision only to forgive my past and leave me in the muck and the mess of my daily sin? എന്റെ കഴിഞ്ഞ കാലത്തെ പാപങ്ങളെ ക്ഷമിച്ച് എന്നെ ദൈവമകൻ മകളുമാക്കുന്ന ഒരു കാര്യം മാത്രമേ ദൈവത്തിന്റെ ഹൃദയത്തിൽ പദ്ധതിയിലുള്ളൂ? എന്നെ വീണ്ടും പാപത്തിൽ തുടരുവാൻ അവിടുന്ന് വിട്ടുകളയുകയാണോ ചെയ്യുന്നത്? That is a very poor salvation. അങ്ങനെ ഒരവസ്ഥയെ നമുക്ക് ദൈവം നൽകുന്നുണ്ടെങ്കിൽ അത് വളരെ ശുഷ്കമായ ദരിദ്രമായിരിക്കുന്ന ഒരു രക്ഷാപദ്ധതിയാണ്. That's not the end of the good news. എന്നാൽ സുവിശേഷം സദ്വർത്തമാനത്തിന്റെ രണ്ടാം ഭാഗം കൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. There is a solution to that second problem of my keeping on sinning every day. എല്ലാ ദിവസവും വീണ്ടും വീണ്ടും പാപത്തിൽ വീണു പോകുന്ന ദുഃഖകരമായിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കൂടെ ദൈവം നൽകിയിട്ടുണ്ട്. There is a സുവിശേഷത്തിൽ solution to my getting angry every day. എല്ലാ ദിവസവും കോപിഷ്ഠനാകുന്നതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു ദൈവിക പരിഹാരം സുവിശേഷത്തിലുണ്ട്. Solution to this sin of lusting after women. സ്ത്രീകളെ നോക്കി മോഹിക്കുന്ന അത്തരത്തിലുള്ള ആന്തരിക പാപങ്ങൾക്ക് എതിരെ ദൈവം എനിക്ക് പരിഹാരം സുവിശേഷത്തിലൂടെ നൽകുന്നു. Solution to the bitterness and jealousy there is in our life. എന്റെ നിങ്ങളുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന കയ്പും അസൂയയും ഇമാതിരി പാപങ്ങളിൽ നിന്നുള്ള വിടുതലായിട്ടുള്ള പരിഹാരം സുവിശേഷത്തിലുണ്ട്. And the depression and the discouragement. നമ്മുടെ മനസ്സിലുണ്ടാകുന്നതായിരിക്കുന്ന നിരുത്സാഹവും അരക്ഷിത ബോധവും ഇതിന് എല്ലാം പരിഹാരം സുവിശേഷത്തിൽ യേശു മുഖാന്തരമുണ്ട്. That is the full gospel. അതാണ് പൂർണ്ണ സുവിശേഷം എന്ന് നാം വിളിക്കുന്നത്. Forgiveness is only half the gospel. പാപക്ഷമ എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ ഭാഗം മാത്രമാണ്, പകുതി സുവിശേഷമാണ്. I heard a story once about a lunatic asylum. ഒരു ഭ്രാന്താലയത്തെ കുറിച്ചുള്ള ഒരു കഥ ഞാൻ കേട്ടത് ഓർക്കുന്നു. They wanted to test whether a man has come back to his senses after treatment. അവിടെ ചികിത്സയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി
സുബോധത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് മാനസികമായി മടങ്ങി വന്നോ എന്ന് പരിശോധിക്കുവാനായിട്ട് അവർക്കൊരു മാർഗമുണ്ടായിരുന്നു. So they put him into a small room where the tap is open and the water is flowing on the floor. അങ്ങനെ പരിശോധിക്കുന്ന വിധം ഇങ്ങനെയായിരുന്നു. ഒരു മുറിയില് ഒരു വെള്ളം കിട്ടുന്ന ടാപ്പ് വെച്ചിരിക്കുന്ന ഒരു മുറിയില് അവര് തനിയെ ആക്കിയിട്ട് ടാപ്പ് തുറന്നു വെക്കും. And they give him a mop and a bucket and say, dry the floor. അവന്റെ കയ്യില് തറ തുടയ്ക്കാനായിട്ടുള്ള ഒരു തുണി, മോപ്പ് കൊടുത്ത ഒരു ബക്കറ്റ് കൊടുക്കും. എന്നിട്ട് പറയുന്നു, തറയിലെ വെള്ളം മുഴുവനെ തുടച്ച് വൃത്തിയാക്കണം. And if he tries to make the floor dry without closing the tap, ടാപ്പ് ആദ്യം അടയ്ക്കാതെ തറയിലെ വെള്ളം മുഴുവനും ഒപ്പിയെടുത്ത് തറ ഉണക്കാൻ അവൻ ശ്രമിക്കുകയാണെങ്കിൽ then we know he is still not properly healed. He has got to അപ്പം മനസ്സിലാകും അവന് പൂർണ്ണ സൗഖ്യം വന്നിട്ടില്ല, ഇനിയും അല്പം കൂടെ ബാക്കിയുണ്ട്. Still has a mental problem. അവന് മാനസിക രോഗത്തിന്റെ അവസ്ഥ ഇപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. It's a very simple test. ഇത് വളരെ ലളിതമായിരിക്കുന്ന ഒരു ടെസ്റ്റാണ്. നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകും. I think all of you will pass it. നിങ്ങള് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു ടെസ്റ്റ് തന്നാൽ നിങ്ങൾ ആദ്യം ടാപ്പ് അടയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. What about this tap of sin in our life which is always open? എന്നാൽ നമ്മുടെ ആന്തരിക ജീവിതത്തിൽ നിരന്തരം തുറന്നു വെച്ചിരിക്കുന്ന പാപജലം മാത്രം ഒഴുകി വരുന്ന ആ ടാപ്പിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? We say the blood of Jesus will cleanse our sin. നിങ്ങൾ പറയുമായിരിക്കും, യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപത്തെ പരിഹരിക്കുന്നതാണല്ലോ. That's like a mop. അത് ഈ തറ തുടയ്ക്കുന്ന മോപ്പ്, തുണി പോലെയാണ്. പാപം സംഭവിച്ചു കഴിഞ്ഞാൽ അത് തുടച്ചു മാറ്റും. Is this the only solution God has given us? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിഹാരം നിലത്തു വീണതായിരിക്കുന്ന വെള്ളം, പാപത്തിന്റെ കളങ്കം മായ്ച്ചു കളയുന്ന ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. This sin will keep on coming from the tap, but the blood of Jesus will keep mopping it up every day. നിങ്ങൾക്കത് ഭാവനയിൽ കാണാൻ എളുപ്പമാണ്. പാപം എന്ന് പറയുന്ന വെള്ളം ഇങ്ങനെ ടാപ്പ് തുറന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. യേശുവിന്റെ രക്തം പാപം നിരന്തരം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജീവിതത്തിൽ ഉടനീളം. Tell me honestly, isn't that the way some of you are living? നിങ്ങൾ ചിലർ ഒരുപക്ഷെ ഇതുവരെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതുവരെ ജീവിച്ചു വന്നത് ഇങ്ങനെയല്ലേ? I think we have to keep such people in a Christian lunatic asylum for some more time. അങ്ങനെ ഉള്ള വ്യക്തികളെ ഞാന് ഇങ്ങനെ പറയട്ടെ, ഈ ക്രിസ്തീയ ഭ്രാന്താലയത്തിൽ കുറച്ചുനാളൂടെ സൂക്ഷിക്കണം. അവരെ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിട്ടില്ല. നിങ്ങൾ ഇതുവരെ കേട്ട സുവിശേഷം എന്ത് തരം സുവിശേഷമാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ടാപ്പ് ഒരിക്കലും അടയ്ക്കാൻ പറ്റത്തില്ല. അതിങ്ങനെ പാപത്തിന്റെ വെള്ളം, കളങ്കം ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടേ ഇരിക്കും. യേശുവിന്റെ രക്തമുണ്ട്, അതിങ്ങനെ നിങ്ങളെ തുടങ്ങി വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. അത് പിശാചിന്റെ ഒന്നാം തരം ഭോഷ്കാണ് എന്ന് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. The first promise in the Bible in the New Testament is Matthew 1:21. മത്തായി സുവിശേഷം പുതിയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകം 1-ാമത്തെ പേജിന്റെ 21-ാം വാക്യത്തിൽ കാണുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം ശ്രദ്ധിക്കുക. Jesus means he will save his people from their sin. ജനിക്കുവാൻ പോകുന്ന മറിയയുടെ പൈതലിന് യേശു എന്ന് പേരുള്ളൂ എന്ന് ദൂതൻ പറഞ്ഞു. ആ യേശു എന്ന പേരിന്റെ അർത്ഥം തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവൻ, സ്വതന്ത്രനാക്കുന്നവൻ എന്ന അർത്ഥമുള്ള പേരാണ് യേശു. You may say, Jesus is my savior. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, യേശു നിങ്ങളുടെ രക്ഷകനാണെന്ന്. I want to tell you today, you probably know him only as your forgiver. നിങ്ങളുടെ രക്ഷകനാണ് യേശു എന്ന് നിങ്ങൾ പറയുമ്പോഴും ഒരു പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ പല പാപങ്ങളെയും ഈ നാളുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങളെയും ക്ഷമിച്ച് തുടച്ചു മാറ്റുന്ന ഒരു ക്ഷമ നൽകുന്നവനായിട്ട് മാത്രമേ നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടുള്ളൂ. You get angry. നിങ്ങൾ കോപിഷ്ഠരാകുന്നു. And you confess Jesus forgives you. യേശുവിനോട് നിങ്ങൾ ഏറ്റുപറയുന്നു, അനുതപിക്കുന്നു. And you can get angry again. യേശു നിങ്ങളെ ശുദ്ധീകരിക്കുന്നു, ക്ഷമിക്കുന്നു. വീണ്ടും നിങ്ങൾ കോപിക്കുന്നു. And again he forgives you. വീണ്ടും യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നു. അവിടുത്തെ രക്തം നിങ്ങളോട് ക്ഷമിച്ച് നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. And every day you get angry and you ask Jesus to forgive you. എല്ലാ ദിവസത്തിലും ഈ വിഷമവൃത്തം തുടരുകയാണ്. പാപം ചെയ്യുന്നു, ക്ഷമ ചോദിക്കുന്നു, പ്രാപിക്കുന്നു, വീണ്ടും പാപം. Some of you lust after women every day and ask Jesus to forgive you. നിങ്ങൾ ചിലർ ഒരുപക്ഷെങ്കിൽ എല്ലാ ദിവസവും മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് സ്ത്രീകളെ നോക്കി മോഹിക്കുന്നു, വീണ്ടും പാപക്ഷമ ദൈവത്തോട് ചോദിക്കുന്നു, വീണ്ടും മോഹിക്കുന്നു. ഈ ചക്രം തുടരുകയാണ്. You don't forgive somebody
നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാതിരിക്കുന്നു, you're jealous or you're bitter, നിങ്ങൾ അസൂയാലുക്കളോ കൈപ്പുള്ളവരോ ആയിത്തീരുന്നു, you cheat somebody in your business, നിങ്ങൾ ബിസിനസ്സിൽ ആരെങ്കിലും and വഞ്ചിക്കുന്നു, you ask Jesus to forgive you. യേശുവിനോട് ക്ഷമിക്കണമേ കർത്താവേ എന്ന് നിങ്ങൾ പറയുന്നു. You cheat again, പിന്നെയും ask വീണ്ടും Jesus to forgive you. വഞ്ചനയുടെ ജീവിതം തുടരുന്നു, വീണ്ടും ക്ഷമ ചോദിക്കുന്നു. ഈ വിഷമവൃത്തത്തിൽ നിങ്ങളുടെ ജീവിതം തളയ്ക്കപ്പെട്ടിരിക്കുന്നു. What is the difference between you and that mentally imbalanced man who is trying to clean the floor with the tap always open? പ്രാന്താലയത്തിലെ ടാപ്പ് അടയ്ക്കാതെ വെള്ളം ഇങ്ങനെ തുണി കൊണ്ട് ഒപ്പി എടുത്തുകൊണ്ട് വീണ്ടും വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനേക്കാളും ആത്മീയമായി പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല എന്ന് ഞാൻ പറയാം. And if that's all the salvation God has given me, I say that's a pathetic, good for nothing, useless salvation. ഇത്തരത്തിലുള്ള ഒരു രക്ഷ മാത്രമേ ദൈവം എനിക്ക് സുവിശേഷത്തിലൂടെ നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, തികച്ചും പരിതാപകരമായിരിക്കുന്ന ഒരു രക്ഷയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. I want to go to a church where they teach me how I can overcome sin. എങ്ങനെ പാപത്തിന്റെ ശക്തിയിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനും പാപത്തെ ജയിക്കുവാനും എനിക്ക് കഴിയുമെന്ന് പഠിപ്പിക്കുകയും അങ്ങനെയുള്ള മാതൃകകളുമുള്ള ഒരു സഭയിൽ പോകാനാണ് എന്റെ താല്പര്യം. I don't want to go to a church like that lunatic asylum where I have to live forever just cleaning up, mopping up the floor. ജീവിതം മുഴുവനും അവസാന ശ്വാസം വരെയും ടാപ്പിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ ടാപ്പ് അടയ്ക്കാതെ ഇത് വൃത്തിയാക്കിക്കൊണ്ട് തന്നെ ഈ വിഷമവൃത്തത്തിൽ തുടരുന്ന ഒരു കൂട്ടമുള്ള ഇടത്ത് തുടരുവാൻ എനിക്ക് എന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ താല്പര്യമില്ല. You know, the first time the gospel was preached was on the day of Pentecost. നിങ്ങൾക്കറിയാവുന്ന പോലെ സുവിശേഷം ആദ്യമായി ഒരു വലിയ സമൂഹത്തോട് പരസ്യമായി പ്രസ്താവിക്കപ്പെട്ടത് പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ദിവസമായി. Apostle Peter got up. അവിടെ ശിഷ്യന്മാരോടൊപ്പം അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് എഴുന്നേറ്റ് നിന്നു. And this is what he said. പെന്തക്കോസ്ത് നാളിലെ പത്രോസിന്റെ പ്രസംഗത്തിന്റെ രത്ന ചുരുക്കം ഇതായിരുന്നു. When people came to him and said when they were convicted, what shall we do? Acts 2:37. യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ട് ജനത്തിന്റെ ഹൃദയത്തിൽ പാപബോധം കുത്തുകൊണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 37-ാം അധ്യായത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി Peter said, here's the answer. പത്രോസ് പറയുന്ന മറുപടി ശ്രദ്ധിക്കുക. You have two problems. നിങ്ങൾക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ടെന്നാണ് അവിടെ അദ്ദേഹം പറഞ്ഞത്. God has a solution for both of them. ദൈവത്തിന് ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. He has got two gifts for you. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി രണ്ട് നല്ല ദാനങ്ങളുണ്ട്. I'm reading from the Bible. ഞാൻ ബൈബിളിൽ നിന്നാണ് വായിക്കുന്നത്. Acts 2:38. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യം. The first gift is forgiveness for your sins. ഒന്നാമത്തെ ദൈവത്തിന്റെ മഹത്തായ ദാനം നിങ്ങളുടെ പാപക്ഷമയാണ്. That takes care of your past life. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. The second is the gift of the Holy Spirit. രണ്ടാമത്തെ ദൈവത്തിന്റെ ദാനം പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ദാനമാണ്. Why is that? എന്തിനാണ് ആ ദാനം ദൈവം നമുക്ക് നൽകുന്നത്? You don't need the Holy Spirit to forgive your sins. The blood of Jesus Christ takes care of that. നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളുടെ ക്ഷമയ്ക്കായിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ദാനത്തിന്റെ ആവശ്യമില്ല. യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളുടെ പരിഹാരമാണ്. That gift is enough for the forgiveness of my sins, the blood of Christ. കഴിഞ്ഞ കാലങ്ങളിലെയോ ഇപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന പാപത്തിന്റെയോ പരിഹാരത്തിന് ക്ഷമയ്ക്കായിട്ട് എനിക്ക് യേശുവിന്റെ രക്തം മതി. His death is enough. യേശുവിന്റെ മരണം അതിന് മതിയായതാണ്. Why this extra gift of the Holy Spirit? രണ്ടാമത് നൽകുന്ന ദൈവത്തിന്റെ ഈ വലിയ ദാനം പരിശുദ്ധാത്മാവിന്റെ ആവശ്യം എന്താണ്? That is to deal with the second problem. എന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഗൗരവമുള്ള ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിനാണത്. Very first time the gospel was preached, Peter preached both. സുവിശേഷം ആദ്യമായി സംസാരിക്കപ്പെട്ട ആ സന്ദർഭത്തിൽ ഈ രണ്ട് പ്രശ്നങ്ങളെക്കുറിച്ചും രണ്ട് പ്രശ്നങ്ങളുടെ പരിഹാരത്തെക്കുറിച്ചും പത്രോസിലൂടെ ദൈവം സംസാരിച്ചു. The gift of the Holy Spirit is to close that tap inside me. ദൈവം നമ്മുടെ മേൽ പകരുന്ന പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ദാനം നമ്മുടെ അന്തരംഗത്തിൽ നിന്നും നമ്മുടെ ഇച്ഛയ്ക്കും ആഗ്രഹത്തിനും എതിരെ ഒഴുകി വീണുകൊണ്ടിരിക്കുന്ന പാപ സ്വഭാവം, പാപത്തിന്റെ ആ ടാപ്പ് അടയ്ക്കുവാനുള്ളതായിരിക്കുന്ന ദൈവശക്തിയാണ്. This tap is so strong, my human power cannot close it no matter how hard I try. ശക്തമായിട്ട് ചീറ്റിക്കൊണ്ടിരിക്കുന്ന വെള്ളം ടാപ്പ് അടയ്ക്കുവാൻ ഞാൻ എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും കഴിയാതിരിക്കുന്ന സമയത്ത്, you know, it's like some of these rusted taps that will never close properly. ഒരുപക്ഷെ തുരുമ്പ് പിടിച്ച് തിരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരു ടാപ്പ് പോലെ നിങ്ങളുടെ ഭാവനയിൽ കാണുക. How hard you try, it still keeps dripping. നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ ശക്തിയും ബലം പിടിച്ച് തിരിച്ചാലും ആ ടാപ്പ് അടയ്ക്കുവാൻ കഴിയാതെ വരുമ്പോൾ God gives us the power of the Holy Spirit.
ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് നൽകി ആ ഉറവെ അടയ്ക്കുവാൻ കഴിയുമാറ് നിങ്ങളെ സജ്ജരാക്കുന്നു. Spirit of Christ strengthening me within. ക്രിസ്തുവിന്റെ ആത്മാവ് അകത്ത് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു പാപത്തിന്റെ പരിഹാരമായി. Now you probably heard a lot about the Holy Spirit from people who mainly emphasize healing or speaking in tongues. ഒരുപക്ഷെങ്കില് രോഗസൗഖ്യമോ അന്യഭാഷാ ഭാഷണത്തെ കുറിച്ചോ ഊന്നൽ നൽകി പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരാളം പ്രസംഗങ്ങളും പ്രസംഗിക്കുന്നവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. See, those are all the extra gifts God gives us. ദൈവം നമുക്ക് നൽകുന്ന അധികമായി ബോണസ് പോലെ തരുന്നതായിരിക്കുന്ന ദാനങ്ങളാണ് ഈ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ. I thank God for healing. I thank God for the gift of tongues. I experienced both of them. രോഗസൗഖ്യത്തിന്റെ വരത്തിനായും അന്യഭാഷാ ഭാഷണത്തിന്റെ വരത്തിനായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. I primarily thank God that the power of the Holy Spirit can close this wretched tap inside me. എന്നാൽ എന്റെ ഉള്ളിൽ ഞാൻ എത്ര സ്വയശക്തി കൊണ്ട് ശ്രമിച്ചാലും അടയ്ക്കുവാൻ കഴിയാത്ത ഈ പാപത്തിന്റെ ടാപ്പ് അടയ്ക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. You shall know the truth, and the truth shall set you free. നിങ്ങൾ ദൈവത്തിന്റെ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുകയും ചെയ്യും. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, I want you to bow your heads with me for a few moments. ചില നിമിഷങ്ങൾ എന്നോടൊപ്പം നിങ്ങൾ ദൈവസന്നിധിയിൽ തലകൾ വണക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടട്ടെ. As we close this meeting, ഈ മീറ്റിംഗ് ഇപ്പോൾ നാം അവസാനിപ്പിക്കുമ്പോൾ there's only one thing God wants you to do first of all. ഒന്നാമതായിട്ട് നാം ഓരോരുത്തരിലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രം, To be honest. ദൈവത്തിന്റെ മുൻപാകെ തികഞ്ഞ സത്യസന്ധരായിരിക്കുവാൻ. I'm not sure whether my sins are forgiven. എന്റെ ദൈവമേ പിതാവേ, എന്റെ പാപങ്ങൾ യഥാർത്ഥമായി ക്ഷമിക്കപ്പെട്ടിരിക്കുന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല എങ്കിൽ അങ്ങനെ പറഞ്ഞാട്ടെ. I'm not sure whether I've really become a Christian. ഞാൻ യഥാർത്ഥമായിട്ടൊരു ക്രിസ്ത്യാനിയായി ഇന്നേ വരെ തീർന്നിട്ടുണ്ടോ എനിക്ക് ഉറപ്പില്ല തമ്പുരാനെ, ദൈവത്തോട് പറഞ്ഞാട്ടെ. If you're sure of that, നിങ്ങൾക്ക് എന്നാൽ അങ്ങനെ പാപക്ഷമ, ദൈവം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചെന്നൊരു ഉറപ്പ് ലഭിച്ചിട്ടുള്ളവരാണെങ്കിൽ, then maybe you need to be honest and say, Lord, but there's sin flowing out of my thoughts and my mouth all the time. അങ്ങനെ പാപക്ഷമ ലഭിച്ച് ദൈവമകനായി മകളായി തീർന്ന വ്യക്തിയാണ് നിങ്ങൾ എന്ന് വരികില്, നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒഴുകി വരുന്ന ടാപ്പിൽ നിന്ന് ഒഴുകി വരുന്നത് പോലെയുള്ളതായിരിക്കുന്ന ആ പാപത്തിന്റെ ചിന്തകള്, പ്രവർത്തികൾ, Will you pray, Lord? അതിന്റെ പരിഹാരത്തിനായി ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? Lord, like you gave me the blood of Jesus to cleanse my sin. കർത്താവേ, എന്റെ പാപങ്ങളുടെ ശുദ്ധീകരണത്തിനായി വിശുദ്ധനായ ദൈവപുത്രന്റെ രക്തം എനിക്ക് വേണ്ടി നൽകിയതുപോലെ Give me the power of the Holy Spirit to set me free from sin's power. പാപത്തിന്റെ ശക്തിയിൽ നിന്നും സമ്പൂർണ്ണമായിരിക്കുന്ന വിടുതലിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ പകരണമേ എന്ന് ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുമോ? God will hear your cry. ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ തേങ്ങല്, കരച്ചില് ഇന്ന് രാത്രിയിൽ കേൾക്കും. And once you receive that, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങൾ ലഭിക്കുമ്പോൾ you need to seek fellowship with other Christians who believe that, in a church that teaches and preaches that. ആ നിലയില് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പാപത്തിന്റെ മേൽ ജയം സാധ്യമാകുമെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വ്യക്തികള് ഉള്ളതായിരിക്കുന്ന ഒരു പ്രാദേശിക സഭയോട് ചേർന്നാണ് നിങ്ങൾ കർത്താവിന്റെ മാർഗത്തിൽ വളരേണ്ടത്. Otherwise, very soon you can go back into a life of bondage again. അങ്ങനെ നിങ്ങൾ ഒരു തീരുമാനവും ചുവടുവെപ്പും എടുക്കുന്നില്ലെന്ന് വരികിൽ വീണ്ടും പാപത്തിന്റെ ദാസ്യത്വത്തിലേക്കുള്ളതായിരിക്കുന്ന അരിഷ്ടമായ ജീവിതത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുവാൻ വളരെ സാധ്യതയുണ്ട്. Heavenly Father, സ്വർഗീയ പിതാവേ, I pray you will hear the cry of those who are sincerely calling out to you now. കർത്താവേ, ഹൃദയത്തിൽ നിന്നും അങ്ങയോട് നിലവിളിക്കുന്നവരുടെ കരച്ചിൽ കേൾക്കുന്ന ചെവികൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. Pray in Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ.